ABC ചാനലിൽ വന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കാം. മാവോയിസ്റ്റ് ക്രൈസ്തവ മിഷണറി കൂട്ടുകെട്ട് വളരെ വ്യക്തമായിരിക്കുകയാണ്. വനവാസ മേഖലകളില് വലിയ മതപരിവർത്തനവും നടക്കുന്നുണ്ട്. ഇത് വലിയ ഒരു വിപത്തിലേക്കല്ലേ പോകുന്നത്. ഈ രാജ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കും സ്ത്രീധനം കിട്ടിയ സ്വത്തല്ല. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഞങ്ങളുടെ പൂർവികന്മാർ ജനിച്ചു വളർത്തപ്പെട്ട രാജ്യമാണ്. നിങ്ങൾ കുടിയേറ്റക്കാരാണെന്നുള്ള മറന്നുപോയത്. നിങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. നാണമില്ല നിങ്ങൾക്ക് മലയാളിയാണെന്ന് പറയാൻ എന്ന് തോന്നിപ്പോവുക. നിങ്ങളൊക്കെ അന്ന് കോണകം എടുത്ത് നടക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ പൂർവികന്മാര് ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വന്നത്. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ വിവസ്ത്രമായി നടന്ന നിങ്ങളെ മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന നിങ്ങളെ, ഈവൻ വാഴല കൊണ്ട് പോലും അരയാടെ ഉണ്ടാക്കി ഉടുക്കാൻ അവകാശമില്ലായിരുന്ന കേരളം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ജി മോഹൻദാസ് സാറ് ഒരിക്കൽ പറയുണ്ടായി, ഇവിടെ ക്രിസ്ത്യൻ മിഷണർമാർ വരുന്നതിന് മുമ്പ് വസ്ത്രം ഇല്ലായിരുന്നു എന്ന്. ഇല്ലായിരുന്നു സാറേ, ഇല്ലായിരുന്നു. അതിന്റെ തെളിവാണല്ലോ ഞാൻ പറഞ്ഞത്. അരയാട വാഴയില കൊണ്ട് പോലും ചുറ്റാൻ നിങ്ങൾ സമ്മതിക്കായിരുന്നു. കാട്ടില കൊണ്ട് മാത്രമേ ആ ജനതയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളായിരുന്നു. ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ സംസ്ഥാനത്ത് മതസൗഹാർദ്ദത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ചാനലുകളുണ്ട്. ചാനലുകൾ എന്ന് പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട മാധ്യമമാണ് ABC ചാനൽ എന്ന് പറയുന്ന സനാതനധർമ്മത്തെ ഉയർത്തിക്കാണിക്കാനെന്നുള്ള രീതിയിൽ തന്നെ ഇവിടുത്തെ ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളെയും ക്രൈസ്തവ വിശ്വാസികളെയും ഇകഴ്ത്തിക്കൊണ്ട് പലപ്പോഴും അവർ നടത്തുന്നതായ വാർത്താ വിതരണങ്ങളൊക്കെ പല സന്ദർഭത്തിലും അതിനൊക്കെ പലരും മറുപടി കൊടുക്കാറുണ്ട്. എങ്കിലും ഞാൻ മുമ്പ് അതിന് മറുപടി കൊടുക്കുകയും നമ്മുടെ ആളുകൾ, കേട്ടായിട്ടുള്ള ആളുകൾ, ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, ക്രൈസ്തവരൊക്കെ അത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും അവർ പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഒരാമുഖമായിട്ട് ABC ചാനലിൽ വന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. മാവോയിസ്റ്റ് ക്രൈസ്തവ മിഷണറി കൂട്ടുകെട്ട് വളരെ വ്യക്തമായിരിക്കുകയാണ്. വനവാസ മേഖലകളില് വലിയ മതപരിവർത്തനവും നടക്കുന്നുണ്ട്. ഇത് വലിയ ഒരു വിപത്തിലേക്കല്ലേ പോകുന്നത്. ഈ രാജ്യത്ത് ക്രൈസ്തവ മാവോയിസ്റ്റ് കൂട്ടുകെട്ട് ശക്തമായിരിക്കുന്നതിനാൽ ഈ രാജ്യത്തിന് വലിയ വിപത്തുണ്ടാക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം ചോദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടികൾ വളരെ രസാവഹമാണ്. അതിൻ്റെ എല്ലാ മറുപടികളും ഞാൻ കേൾപ്പിക്കുന്നില്ലെങ്കിലും ചിലതിന് ഞാൻ തന്നെ മറുപടി പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, നമ്മുടെ രാജ്യത്ത് ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സുവിശേഷ പ്രവർത്തകരുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. അതിനകത്ത് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിലും പലപ്പോഴും ഹിന്ദുത്വവാദികൾ എൻ്റെ വീഡിയോയ്ക്ക് പുറകിൽ താഴെ വന്നിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കമൻറ്റ്, നിങ്ങളെന്താ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ പോയി പറയാത്തത്? മുസ്ലിം സമൂഹം ഭൂരിപക്ഷമുള്ള കാശ്മീർ അടക്കം എല്ലാ മേഖലകളിലും സുവിശേഷ പ്രവർത്തകരുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാത്തതുകൊണ്ടാണ്. ഞങ്ങളുടെ ഈ സുവിശേഷം എന്ന് പറയുന്നത് മതപരിവർത്തനമല്ല, മതം മാറ്റലല്ല, മറിച്ച് മാനവികതയിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അതാണ് നിങ്ങൾക്ക് പറ്റിയതായിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ മനുഷ്യരെ മൃഗതുല്യരായി കാണുകയും പ്രത്യേകിച്ച് വനവാസികളായിട്ടുള്ള ആളുകളെ, അതുപോലെ SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ മൃഗതുല്യരായിട്ട് പണ്ട് നിങ്ങളുടെ വേദങ്ങളിലൊക്കെ ജന്തുക്കൾ എന്ന് വിളിച്ചിരുന്നു. അതിനെക്കുറിച്ച് പല ആളുകളും മറുപടി തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ വിളിക്കപ്പെട്ടിരുന്ന ആളുകളെ മനുഷ്യരാണെന്നും അവരും ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ സമസൃഷ്ടങ്ങളാണെന്നും നമ്മൾ സഹോദരന്മാരാണ് എന്നും ഉള്ള ഒരു ഉത്ബോധം ഉരുവാക്കി എടുത്തിരിക്കുന്നത് ക്രൈസ്തവ സുവിശേഷ പ്രവർത്തനം കൊണ്ടാണ്. അതാദ്യമേ ABCക്കാര് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പിന്നീട് നിങ്ങൾ പറയുന്നത് ഇവിടെ മാവോയിസ്റ്റിന്റെ കൂട്ടുകെട്ട് ക്രൈസ്തവരുമായിട്ട്. ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ ആ പ്രദേശങ്ങളിൽ പോയിട്ടുണ്ടാകുക ഇല്ല എന്ന് തന്നെ എനിക്കറിയാം. കാരണം നിങ്ങൾക്കാർക്കും അവിടേക്ക് പ്രവേശനമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. തന്നെയല്ല, നിങ്ങളുടെ മതം നിങ്ങളെ അവിടേക്ക് പോകാനായിട്ട് അനുവദിക്കുകയില്ല. കാരണം അവരൊക്കെ 72 അടി അകലം നിൽക്കേണ്ടുന്നവരായിരുന്നു നിങ്ങളെ സംബന്ധിച്ച്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള നിങ്ങൾക്ക് അത്തരത്തിലുള്ള അസ്പൃശ്യരായിട്ടുള്ള ആളുകളെ സന്ധിക്കാനോ അവരുമായിട്ട് സംഭാഷണം നടത്താനോ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ കഴിയുകയില്ല എന്നുള്ളത് അത് നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. മതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഹിന്ദു മതത്തെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ട, നിങ്ങൾ പറയുന്ന സനാതനധർമ്മം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ സനാതനധർമ്മം നിങ്ങളെ മനുഷ്യരെ തമ്മിൽ അകറ്റുന്നതായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസി ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ വേദം തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പുസ്തകമാണിത്, ഫ്രീ ഇന്ത്യ ദ സീഡ് ഓഫ് ലിബറേഷൻ. താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വായിക്കാം. ഇതിൻ്റെ മലയാളം വേറൊരു വേർഷനോടുകൂടെയുള്ള സ്വതന്ത്ര ഇന്ത്യ
വിമോചനത്തിന്റെ വിത്ത് എന്ന് പറയുന്ന ഈ പുസ്തകം ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു ഇന്ത്യ, എന്തുകൊണ്ടാണ് ഇവിടെ മാവോയിസ്റ്റും മറ്റുള്ള ഇതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത്, ആരാണ് അവയ്ക്ക് ചൊല്ലും ചോറും കൊടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ചാണ് അദ്ദേഹം ഒരു മറുപടിയായിട്ട് പറയുന്നത്. അദ്ദേഹം പറയുന്ന മറുപടിയിൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലെയുള്ള ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചാണ്. അതൊക്കെ ഗോത്രവർഗ്ഗങ്ങൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളുമാണ്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ക്രിസ്ത്യൻ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അവിടെ ചെന്നിട്ട് മാവോയിസ്റ്റുമായിട്ട് കൈകോർത്ത് രാജവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. നിങ്ങളോട് പറയട്ടെ, ഏതൊരു ഭീകരവാദിയെയും സ്നേഹസമ്പന്നനാം രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളിയുമാക്കി തീർക്കുന്ന ഉദ്യമമാണ് സുവിശേഷീകരണം കൊണ്ട്, ഗോസ്പലൈസേഷൻ കൊണ്ട്, ഇവാഞ്ചലൈസേഷൻ കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കും സ്ത്രീധനം കിട്ടിയ സ്വത്തല്ല. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഞങ്ങളുടെ പൂർവികന്മാർ ജനിച്ചു വളർത്തപ്പെട്ട രാജ്യമാണ്. നിങ്ങൾ കുടിയേറ്റക്കാരാണെന്നുള്ള മറന്നു പോകരുത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വീണ്ടും വീണ്ടും കലാപം ഉണ്ടാക്കുകയും മനുഷ്യരെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് നിങ്ങൾ എടുക്കുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണ് ഈ തരത്തിലുള്ള വിഡ്ഢി ചോദ്യങ്ങളും ഈ തരത്തിലുള്ള വിഡ്ഢി ഉത്തരങ്ങളുമൊക്കെ നിങ്ങൾ ABC ചാനലിലൂടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ ആപത്താണ് ഈ രാജ്യത്ത്. അത് അപകടമുണ്ടാക്കും. ഈ സംസ്ഥാനത്തിൽ അത് വിഘടനവാദം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും, ഓരോ കേൾവിക്കാരും അറിഞ്ഞിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ പറയട്ടെ. ഇവിടെ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമെന്നെ തൊഴിൽ അടിസ്ഥാനത്തിൽ മാത്രമല്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഇടയിലേക്ക് കൊടും വിഷം കുത്തിച്ചെലുത്തുന്ന ഇത്തരത്തിലുള്ള ABC ചാനൽ പോലെയുള്ള ആളുകൾ അതിനകത്ത് പലരുമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ആളുകളെ കൂടാതെ നമ്മുടെ VC ആയിരുന്ന ബഹുമാന്യനായിട്ടുള്ള രാധാകൃഷ്ണൻ സാറ്, അതേപോലെ തന്നെ നമ്മുടെ DGP ആയിരുന്ന സെൻകുമാർ സാറ്, TG മോഹൻദാസ് സാറ്, ഇങ്ങനെ കുറച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ മാറ്റണം എന്നുള്ളത് വരുന്ന സർക്കാർ കൃത്യമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വിഘടനവാദം ഇവർ വീണ്ടും കൊണ്ടുവരികയും ഈ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ അവർ കലുഷിതമാക്കുകയും ചെയ്യുന്നതിന് യാതൊരു സംശയമില്ല. ഞാനിത് പറയുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ്. ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കണം, ഇത്തരക്കാരുടെ കൂടെ കൈ കൊടുക്കുന്ന, ഇത്തരക്കാരുടെ കൂടെ തോളത്ത് കൈയിട്ടുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനായിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? ജാർഖണ്ഡിലും അതേപോലെ തന്നെ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിലും അതേപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒക്കെ സഞ്ചരിച്ച് അവിടുത്തെ ജനവിഭാഗങ്ങളുടെ മനസ്സറിഞ്ഞ, അവരുടെ ജീവിത നിലവാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഛത്തീസ്ഗഡില് നാരായൺപൂർ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ആ നാരായൺപൂരിൽ ഒരുപാട് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വന്നു. അവരാരായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. കൊടുങ്കാട്ടിൽ പാർക്കാൻ വീടുകളില്ലാതിരുന്ന, ഗുഹകളിലും മരത്തണലുകളും മാത്രം പാർത്തിരുന്ന, മാത്രമല്ല കോഴിപ്പോരും അതോടൊപ്പം തന്നെ മദ്യമുണ്ടാക്കി പ്രത്യേകതരം മരത്തിന്റെ കറ അതെടുത്ത് കള്ള് മാറ്റി കുടിച്ച് ജീവിതം യാതൊരു വിധത്തിലുള്ള മൂല്യവുമില്ലാതെ ജീവിച്ച ആളുകൾ. അവർ മനുഷ്യരാണെന്നും അവരും ദൈവസ്വരൂപവും സാദൃശ്യമുള്ളവരാണെന്നും തിരിച്ചറിയാൻ തക്കവണ്ണം അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മനുഷ്യരായി പരിവർത്തിപ്പിച്ച് അവർക്ക് നല്ല ഭവനങ്ങളും അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങളും നല്ല വിദ്യാഭ്യാസവും അവർക്ക് നല്ല വിധത്തിലുള്ള ജീവിത ആനുകൂല്യങ്ങളും ഒക്കെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന കൃത്യമായി വാങ്ങിച്ചു കൊടുക്കാൻ തക്കവണ്ണം മലയാളികളടക്കം, ഇവിടെ പറഞ്ഞിരിക്കുന്ന മലയാളികളടക്കമുള്ള മിഷണറി പ്രവർത്തകർ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകർ, മിഷണറിമാരെന്ന് അവരെ വിളിക്കാൻ പറ്റില്ല, അവർ സുവിശേഷ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ മനുഷ്യ സ്നേഹം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളാണ്. അങ്ങനെയുള്ള ആളുകൾ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശങ്ങളിൽ വലിയ പുരോഗതികൾ ഉണ്ടായപ്പോൾ അവിടെ ജാതീയത കൊണ്ടുവരുവാൻ മതവൽക്കരണത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു പറ്റം ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ക്രൈസ്തവ സഭയെ, സമൂഹത്തെയും കേരളത്തിൽ നിന്ന് പോകുന്ന ക്രിസ്തീയ പ്രവർത്തകരെയും ഇകഴ്ത്തിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും നിരപരാധികളായിട്ടുള്ള അത്തരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വിഘടനവാദവുമായിട്ട് ABC ചാനൽ ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
നിങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. നാണമില്ലേ നിങ്ങൾക്ക് മലയാളിയാണെന്ന് പറയാൻ എന്ന് തോന്നിപ്പോവുക. കാരണം കേരളത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്, ഒരു ആത്മീക പൈതൃകമുണ്ട്, ഒരു മത സംസ്കാരമുണ്ട്, ഒരു ഐക്യബോധമുണ്ട്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള എരിവും തീഷ്ണതയുമുണ്ട്. അങ്ങനെയുള്ള ഈ സംസ്ഥാനത്തിരുന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള വിഘടനവാദങ്ങൾ പറയുമ്പോൾ അതിന് ചുട്ട മറുപടി തരിക എന്നുള്ളത് ഇവിടുത്തെ ഓരോ പൗരന്റെയും കടമയാണ്, ഓരോ മലയാളിയുടെയും കടമയായതുകൊണ്ടാണ് ഞങ്ങളിത് നിർവഹിക്കുന്നത്. ഇനി നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും മറുപടി തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, അത് തന്നുകൊണ്ടേയിരിക്കും എന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാം. അതിൻ്റെ ഹെഡിങ് അവരിട്ടിരിക്കുന്നത് ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ അപകടത്തിൽ, ക്രൈസ്തവരാണ് ഈ ആഭ്യന്തര സുരക്ഷയെ അപകടത്തിലാക്കുന്നതെന്നും കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുന്നതെന്ന്. നിങ്ങൾക്ക് പൂർണ്ണമായി തെറ്റി. 3 പതിറ്റാണ്ടായിട്ടല്ല. ഞങ്ങളിവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് 1600കളിൽ തന്നെയാണ്. 1600കളിൽ നിങ്ങളൊക്കെ അന്ന് കോണകമുടുത്ത് നടക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ പൂർവികന്മാർ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വന്നത്. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ വിവസ്ത്രരായി നടന്ന നിങ്ങളെ, മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന നിങ്ങളെ, ഈവൻ വാഴില കൊണ്ടുപോലും അരയാട ഉണ്ടാക്കി ഉടുക്കാൻ അവകാശമില്ലാതിരുന്ന കേരളം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന, മുമ്പൊക്കെ കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്ത് പാർത്തിരുന്ന ഒരു സമൂഹമുണ്ട്. കിഴക്കൻ പറയരെന്നൊക്കെ വിളിക്കപ്പെട്ട നിങ്ങൾ അങ്ങനെ വിളിച്ച് മാറ്റി നിർത്തിയ, ചേറിൽ കൂടെ മാത്രം നടക്കാൻ, പാടത്ത് വരമ്പത്തൂടെ പോലും നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനത, ആ ജനതയൊക്കെ മനുഷ്യരാക്കി തീർത്ത ഞങ്ങളുടെ പൂർവികന്മാർ, ഞങ്ങളുടെ പൂർവിക ആത്മീക ശുശ്രൂഷകന്മാർ, അവർ നടത്തിയ പോരാട്ടത്തിന്റെ പരിണതഫലമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഈ ചാനലുകളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്കെതിരെ ഈ വിഷം ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ തലച്ചോറിൽ ഇതുവരെ പുരോഗമനം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല സാറേ, നിങ്ങളൊക്കെ ഇപ്പോഴും അടിമത്ത മനോഭാവത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് വിഘാതമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് 3 പതിറ്റാണ്ടായിട്ട് ഇവിടെ ക്രൈസ്തവ മിഷണറിമാർ എന്തൊക്കെയോ രാജ്യദ്രോഹം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ തുറന്ന മനസ്സോടുകൂടെ കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ആ ഭക്ഷണത്തിൽ പോലും വിഷം നിങ്ങൾ ഭക്ഷിക്കുകയും ആ വിഷം നിങ്ങൾ ഛർദ്ദിച്ചു വെക്കുകയും ചെയ്യുന്നു എന്നുള്ള വലിയൊരു അപകടം പതിയിരിപ്പുണ്ടെന്നുള്ള ഞങ്ങൾക്കറിയാം. ആ അപകടത്തെ പരിഹരിക്കാനായിട്ട് നിങ്ങൾ തുറന്ന മനസ്സോടുകൂടെ ഒരു സംവാദത്തിന് തയ്യാറാകുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഒരു ആശയവിനിമയമാണെങ്കിലും മതി, സംവാദത്തിനോ ആശയവിനിമയത്തിനോ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിത്തരാൻ ഞങ്ങൾക്ക് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊന്നും തന്നെ ആധികാരിക രേഖകളില്ലാത്തതല്ല. നിങ്ങളെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ചേർത്ത് പിടിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്, ക്രൈസ്തവ പുരോഹിതന്മാരാണ്. നിങ്ങളെയൊക്കെ വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. TG മോഹൻദാസ് സാറ് ഒരിക്കൽ പറയുണ്ടായി, ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ വരുന്നതിന് മുമ്പ് വസ്ത്രം ഇല്ലായിരുന്നു എന്ന്. ഇല്ലായിരുന്നു സാറേ, ഇല്ലായിരുന്നു. അതിൻ്റെ തെളിവാണല്ലോ ഞാൻ പറഞ്ഞത്. അരയാട വാഴയില കൊണ്ട് പോലും ചുറ്റാൻ നിങ്ങൾ സമ്മതിക്കുകയായിരുന്നു. കാട്ടില കൊണ്ട് മാത്രമേ ആ ജനതയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളായിരുന്നു. നിങ്ങൾക്കറിയാമോ ആ ചരിത്രം? ഇനി ഒരുപാട് ചരിത്രമുണ്ട്. നിങ്ങളെയൊക്കെ അന്ന് വിളിച്ചിരുന്ന, ഇവിടുത്തെ സനാതന ധർമ്മികൾ തന്നെ വിളിച്ചിരുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? പത്തപ്പന്റെ മക്കൾ. ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ മനുഷ്യർ എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ പിതാക്കന്മാരാണ്. അത് മറന്നു പോകരുത്. നിങ്ങളെ മനുഷ്യരായി അംഗീകരിച്ചതും ഞങ്ങളുടെ പിതാക്കന്മാർ തന്നെയാണ്. ആ കാരണത്താൽ നിങ്ങൾ സത്യത്തിലേക്ക് വരണം, സത്യം അറിയണം. ഇതുപോലുള്ള കൊടും വിഷം നിങ്ങൾ ചീറ്റരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഭാഗത്ത്